ഹലോ ഗായ്സ്, അരുണാചലിന്റെ പരമ്പരാഗത വസ്ത്രമായ ഗാലോ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അരുണാചലിന്റെ ഈ ധോനിപോള ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അതിൽ ധരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത വീട്ടിലെ ദീദി ഈ ഗാലോ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് കൈത്തറി വസ്ത്രമൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത് തന്നെ. ഇവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം മുണ്ട് പോലുള്ള ഈ വസ്ത്രം സ്വയം ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ തന്നെ ഈ വിവാഹം, ഉത്സവം, അതുപോലെ മറ്റ് ചടങ്ങുകൾ, പരമ്പരാഗതമായ പരിപാടികൾ എന്നിവയ്ക്കെല്ലാം ഈ ഗാലോ ആണ് സ്ത്രീകൾ ധരിക്കുന്നത്. അത് അവർ തന്നെ സ്വയം നെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ദീദിയാണെങ്കിൽ വസ്ത്രം നെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതല്ലാതെ ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കളറാണ് കൂടുതലും. അതൊക്കെ ഇവരുടെ ഓരോ ഗോത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 500-600 രൂപയൊക്കെയാണ് ഇതിന്റെ ഒരു ഗാലോ തയ്ക്കുന്ന നൂലിന്റെ വില. പിന്നെ ഇത് നിർമ്മിച്ചതിന് ശേഷം കടയിലൊക്കെ ഈ ഗാലോയുടെ വില എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് മുകളിലാണ്. ഈ ഗാലോ ധരിച്ചതിന് ശേഷം അവരുടെ പരമ്പരാഗത ആഭരണവും അവർ ഈ കൂട്ടത്തിൽ ധരിക്കാറുണ്ട്. ഈ ആഭരണങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല വിലയാണ്. 1000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഏതൊരു സാധനത്തിന് വില വരുന്നത്. മാംബു മൾട്ടിസ്റ്റോൺ ബെഡ്, കൊഡാക് ഗാലെ എന്നിങ്ങനെയൊക്കെയുള്ള മാലകൾക്ക് ഇങ്ങനെയുള്ള മാലകളൊക്കെയാണ് കുടുംബങ്ങളിൽ തലമുറയായിട്ട് കൈമാറി വരുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ ഇതുപോലെ സ്വയം നെയ്തെടുത്ത ജാക്കറ്റാണ് ധരിക്കുന്നത്. ഇവിടെ ഡിസംബർ 1 തീയതി ധോനിപോള ഫെസ്റ്റിവൽ ആയിരുന്നു. അന്ന് ഇവർ സമ്മാനിച്ച ഗാലോ ധരിച്ചുകൊണ്ടാണ് ഞാനും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. ഈ ഗാലോയുടെ കൂടെ അവരുടെ തന്നെ ഒരു ജാക്കറ്റ് ഉണ്ടാക്കാറുണ്ടേ. പിന്നെ ഒരു കാര്യം, അരുണാചലുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായിട്ട് കൈത്തറി വസ്ത്രം ഉണ്ടാക്കാൻ അറിയാം. ये जो निशान बनाया है ना, इसमें ये फूल डाला है। വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.